നമുക്ക് ഇതൊന്നും നിർത്താറായില്ലേ? മതി, സ്റ്റോപ്പ്. അമ്മ ചെയ്തിട്ടുള്ള മൂവീസ് അല്ലെങ്കിൽ സീരീസിൽ കല്ലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ്? അമ്മയ്ക്കാ വരാതി. അവൾക്ക് വോയിസും കൊടുത്തു, എനിക്കൊന്നുമില്ല. ഇപ്പൊ കല്ലുവിന് കൊടുത്താലും കാത്തു കഴിക്കാം, എനിക്കൊന്നുമില്ല. എല്ലാം മേടിക്കും. അത് കുഞ്ഞിന് ഇന്ന് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞിന് മാത്രമല്ല, കുഞ്ഞിന്റെ അമ്മയ്ക്കും ഇതൊക്കെ ഇറങ്ങും. അതെല്ലാം കുഞ്ഞിന് മാറ്റി. അമ്മ സിംഗറാണ്, ഡാൻസറാണ്, റൈറ്ററാണ്, ആക്ട്രസ് ആണ്, എല്ലാം ആണ് അല്ലെ, ഹോസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏതിലാണ് കല്ലൂന് ഏറ്റവും ഇഷ്ടം? എന്റെ അമ്മ. ഒരു ദിവസം അമ്മ ഫ്ലൈറ്റിലേ അമ്മ കിടന്ന് ഉറങ്ങുവാണേ. അമ്മ ഇതിന്റെ മ്യൂസിക് ഒക്കെ കേട്ടിട്ട് ഞാൻ തോന്നുന്നു പരസ്പരത്തിന്റെ മ്യൂസിക് ഫ്ലൈറ്റിനകത്ത് ഇവള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ആക്ടിങ് ആണ് എന്റെ പാഷൻ. മെയിൻ പാഷൻ എനിക്ക് ആക്ടിങ് തന്നെ. പോണം. രാത്രി വിളിച്ചിരിക്കുന്ന മുടി ചീപ്പ് എടുക്കാൻ പറ്റുന്നില്ല. എന്റെ ഒരു ഫോട്ടോ കണ്ട് സങ്കടം ചിരി എല്ലാം കൂടെ വന്നേ. ഇവിടെ ഒരു കൊമ്പ് പോലൊരു, ഇവിടെ കുറെ മുടി, 2 കൊമ്പും. ഇതുപോലെ ഒരു അബദ്ധങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ തന്നെ സോൾവ് ചെയ്യാറുണ്ട്. പക്ഷെ ഉണ്ട് ചെറിയ അബദ്ധങ്ങളൊക്കെ. അതുപോലെ പോയി കുറെ വെള്ളമൊക്കെ വെച്ച് കുറെ ഷാമ്പൂ കുറെ കണ്ടീഷണറൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്തു. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലായി തൊടൂ. ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നാറുണ്ട് പലപ്പോഴും. നിന്നെ നോക്കി എൻ ജീവനേ. ഇപ്പൊ ഇങ്ങനെയൊക്കെ മോളെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും അത് ഈ ഒരു 9ാം ക്ലാസ്സിൽ എത്തുന്നത് കുറേ കാര്യങ്ങളല്ലേ കുഞ്ഞിലെ വന്നെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഒരു അമ്മ എന്നല്ലേ നമുക്കൊരു പ്രൗഡ് അല്ലേ, അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പൊ അങ്ങനെ തോന്നുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചേച്ചി മോളുടെ കാര്യത്തില്? എന്റെ അമ്മ എപ്പോഴും പറയും നീ എങ്ങനെയായിരുന്നോ അതുപോലെ എന്ന് പറയും. അപ്പൊ ഞാൻ ആക്ച്വലി എന്നെ തന്നെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം ഇതുപോലെ തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ ഇവള് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു പടി മുന്നിലാണ് എന്ന് തോന്നാറുണ്ട്. അപ്പം ഞാനും ഇതുപോലെ ഒരു എന്താ പറയുക, ഈ സ്റ്റേജ് കിട്ടുമ്പം ഓരോ ഇതുപോലെ കയറിയോ ഒരു മടി. ഇപ്പൊ ആലോചിക്കുമ്പോൾ ചമ്മല് തോന്നുന്ന ചില പെർഫോമൻസ് ഒക്കെ അന്ന് സ്കൂൾ ഇതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്കൊരു മറ്റേ മിമിക്രി ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ മിമിക്സ് പരേഡ് ഗ്രൂപ്പ് പോലെയൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് അച്ഛൻ അന്ന് നമുക്ക് ഈ VCR ഉണ്ട്. അപ്പൊ കാസറ്റ്സ് കൊണ്ടുതരുമ്പം ഈ പഴയ ഫിലിം സ്റ്റാർസിന്റെ ദുബായ് ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഇവർ ചെയ്യുന്ന കുറേ സ്കിറ്റുകൾ ഉണ്ടാവും. ഈ ഇന്നസെന്റ് സാറും ലാലേട്ടനും ഒക്കെ കൂടെ ചെയ്ത ചില സ്കിറ്റുകളൊക്കെ. അത് ചിലപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അന്ന് TV ഒക്കെ വളരെ അത്ര ഈ VCR ഒന്നും എല്ലാവരുടെയും വീടുകളിലൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ കാസറ്റ്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ മാത്രം കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് എൻ്റെതായ ഒരു രീതിയിലൊക്കെ കുറേ പെർഫോമൻസ് എല്ലാ പ്രാവശ്യവും നമ്മുടെ ക്ലാസ്സിൻ്റെതായ മീറ്റിംഗ്സ് വരുമ്പം സ്റ്റേജിൽ നമ്മൾ അവതരിപ്പിക്കുക, മറ്റേ എന്താ കോമ്പറ്റീഷൻസിന് കയറി പെർഫോം ചെയ്യുക. അപ്പം ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ചമ്മല് തോന്നും നമ്മൾ അങ്ങനെ ചെയ്യാൻ. അപ്പം ഞാൻ ആക്ച്വലി അതുപോലെ തന്നെ നമ്മളെ തന്നെ കാണുക എന്ന് പറയില്ലേ മക്കളിലൂടെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആസ് എ മദർ ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നാറുണ്ട് പലപ്പോഴും. ഇതുപോലെ കോമ്പറ്റീഷൻസിനൊക്കെ പ്രൈസസ് കിട്ടുമ്പോഴും അങ്ങനെ. എനിക്ക് ഡിസ്ട്രിക്റ്റില് മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടിയതാണല്ലേ. അപ്പൊ അത് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അമ്മനെ ഓടി ഒന്ന് ഹഗ് ചെയ്ത്. എന്നിട്ട് അമ്മ വീട്ടിൽ പോയിട്ട് അമ്മക്ക് എന്താ കരച്ചിൽ നിർത്താൻ പറ്റുള്ളൂ. അമ്മക്ക് എന്താ പറയാ, എന്താ എനിക്ക് അമ്മക്ക് ബെസ്റ്റ് ആക്ട്രസ് സ്കൂളില് പഠിക്കുന്ന അല്ലെ +2 ടൈമില് കിട്ടിയപ്പോഴത്തേക്കും അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അച്ഛന് ഞാൻ അങ്ങനെ പോകുന്നത്, കോമ്പറ്റീഷൻസിന് പോകുന്നത്, അച്ഛൻ അങ്ങനെ വന്ന് ചില പാരന്റ്സ് ഇങ്ങനെ കൂടെ നടക്കില്ലേ മക്കളുടെ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ. അപ്പൊ അച്ഛനൊന്നും അങ്ങനെ അച്ഛന് പോകുന്നതിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ അച്ഛൻ അങ്ങനെ എൻ്റെ കൂടെ വരിക, എൻ്റെ പെർഫോമൻസിന് വേണ്ടി എനിക്ക് ആളെ വെച്ച് നമുക്ക് പഠിപ്പിക്കുക, അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഓൺ രീതിയിൽ ഞാൻ എൻ്റെ എഫേർട്ട് എടുത്തിട്ട് ഒക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫൈനൽ എന്നിട്ട് +2 പഠിക്കുമ്പോൾ എനിക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങളുടെ ഡ്രാമയ്ക്ക് 3rd പ്രൈസും എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി സ്റ്റേറ്റ് ലെവലിൽ. അപ്പോൾ അന്ന് അച്ഛനത് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന അച്ഛനാണ്. സ്കൂളിൽ നിന്ന് ഹെഡ് മിസ്ട്രസ് വിളിച്ച് പറയുമ്പോൾ അന്ന് അച്ഛൻ അവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ നിന്ന് ചാടുകയാണ്. ഞാൻ നോക്കുമ്പോൾ തുള്ളില്ല ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അന്ന് അച്ഛൻ അത്ര എക്സ്പ്രസീവായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നാണ് അച്ഛനും റിയലൈസ് ചെയ്യണത് ഓക്കെ
ഞാൻ കുറച്ചുകൂടെ ഒന്ന് പ്രോത്സാഹനം കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ. അതേ ഒരു ആ മൊമെന്റ് ഒക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. അന്ന് ആ കൊടുത്ത ഹഗ് ഒന്ന് കാണിച്ചു തരുമോ? അത് ആ മൊമെന്റ് റീക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അതെപ്പോഴും ഞാനിവളെ എപ്പോഴും ഹഗ് ചെയ്യും. എവറി ഡേ. അവര് ഹഗ് ചെയ്യാത്തൊരു ഡേ ഉണ്ടാവില്ല. അതെനിക്ക് ഞാൻ മേക്ക് ഷുവർ ചെയ്യുന്നതാണ്. ഞങ്ങള് തമ്മില് ഒരു കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുറച്ചു നേരം ഒക്കെ അത് എന്നും കൊടുക്കുന്നതാണ് അവളെ. അല്ലടാ അച്ചോടാ. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളിപ്പോ പെൺകുട്ടികൾക്ക് പ്രധാനമായിട്ടും അമ്മമാരോട് പോയൊരു വിശേഷങ്ങളൊക്കെ പറയാൻ ഭയങ്കര താല്പര്യമായി. കാരണം അച്ഛന്മാര് ചിലപ്പോ എല്ലാം ഒന്നും കേട്ടിരിക്കണം. അപ്പൊ എപ്പോഴും വൈകിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാം. വരും. എനിക്ക് കുറച്ചു നേരമെങ്കിലും അവളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഫോൺ ചെയ്ത് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എപ്പോഴും പറയും. അമ്മ അറിയാത്ത ഒരു കാര്യം ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കുന്നത് അപകടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയാനുള്ള ഒരു സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അച്ഛൻകുട്ടിയാണോ അമ്മക്കുട്ടിയാണോ കല്ലു? കാരണം എപ്പോഴും ഗായത്രിയോടാണ് വീഡിയോസിൽ കാണാറുള്ളത്. എന്നാലും ഈ പെൺകുട്ടികൾക്ക് അച്ഛനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അച്ഛൻകുട്ടിയാണോ അമ്മക്കുട്ടിയാണ്? രണ്ടാമത്തെ കുട്ടിയാണല്ലേ. പക്ഷെ കൂടുതൽ ഇങ്ങനെ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് എന്റെ കൂടെ ആയിരിക്കും ചിലപ്പോ സ്പെൻഡ് ചെയ്യുന്നത്. അച്ഛൻ ഇപ്പൊ ഷോപ്പ് രാവിലെ പോയിട്ട് പിന്നെ ഞാൻ വന്ന ടൈമിൽ അച്ഛനുണ്ടാവല്ലോ, അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള അമ്മയായിരിക്കും. പിന്നെ അമ്മ എല്ലായിരുന്നു കേക്കും. അപ്പൊ എപ്പോഴും അമ്മയുടെ അടുത്താണോ ഈ പറയുന്നത്? എന്റെ അമ്മ ഞാൻ കഴിഞ്ഞ പിന്നുള്ള എന്റെ അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പം എനിക്കിതുപോലെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാ പഠിച്ച ഡിഗ്രിക്ക്. അപ്പൊ അതിന് മുമ്പ് തന്നെ എനിക്ക് ഡെയിലി അമ്മയോട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും പറയും. അതെപ്പോഴും അങ്ങനെ തന്നെ. ഒരമ്മ മകൾ എന്നതിനേക്കാളും ഉപരി ചില പാരന്റ്സിനോട് പറയാത്ത കാര്യങ്ങൾ വരെ ഞാൻ എല്ലാ അമ്മയോടും ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് തിരിച്ചു വരുമ്പം അമ്മ അപ്പം അന്ന് സ്റ്റിച്ച് ചെയ്യും. അപ്പം അമ്മ ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി വരെ അമ്മ 1 മണി വരെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഒരാഴ്ചത്തെ കാര്യം ആ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കും. അമ്മ ഇരുന്ന് കേൾക്കും. അച്ഛൻ അത്ര പേഷ്യൻസ് ഇല്ല. ഇടയ്ക്ക് അച്ഛൻ വേറെ കാര്യത്തിന് പോകും. അപ്പൊ എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ തിരിച്ചു വന്ന അമ്മയോടാണ് ഫുൾ. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാല് ഇപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തെ നമ്മൾ പേരൻസിന് കുറച്ചുകൂടെ ഒരു പിടുത്തം കാണുമല്ലോ. പക്ഷെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അത് കാണത്തില്ല. അപ്പൊ ഇവിടെ നടക്കാത്ത കാര്യങ്ങളൊക്കെ അപ്പൂപ്പ പറയാറുണ്ടോ? അമ്മൂമ്മയോട് പരാതിയൊക്കെ പറയാറുണ്ടോ? അത് വെറുതെ തമാശക്കൊക്കെ സപ്പോർട്ട് കിട്ടുമല്ലോ അവിടെ നിന്നാകുമ്പോ. അങ്ങനെ മെയിൻ ആയിട്ട് അമ്മയെ പറ്റി പോയി പറയുന്ന പരാതി എന്താണ് അമ്മൂമ്മയുടെ അടുത്ത്? ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരാതി ആണോ? അവൾക്ക് പായസം കൊടുത്തു എനിക്കില്ല. അതെപ്പോഴും പറയും. അമ്മിറ്റയുടെ അനിയത്തിയൊക്കെ പറയും എന്താ ഗാത്തു കുഞ്ഞിലേ ഞങ്ങളുടെ അമ്മയാണ് ഏറ്റവും മൂത്ത വെച്ച്. അപ്പൊ എന്താ അതിന്റെ എല്ലാം ഞങ്ങള് വഷളാക്കി വെച്ചിട്ടുണ്ട്. അതാവുമ്പോ ഇപ്പൊ കല്ലുവിന് കൊടുത്താലും ഗാത്തു കഴിക്കും. എനിക്കൊന്നുമില്ല, എനിക്ക് മേടിച്ചോണ്ടൊന്നുമില്ല. അതെന്താ വെച്ചാലേ എല്ലാ കാര്യവും പറയും. അത് കുഞ്ഞിന്ന് ഇവളാണല്ലോ ഇപ്പോഴത്തെ ജനറേഷനിൽ ഫസ്റ്റ് കുഞ്ഞാണ്. ഞാൻ എന്റെ പോലെ തന്നെയാ. ഇപ്പൊ ഇവളാണ് ഒരു കുഞ്ഞായിട്ട് വീട്ടിലുള്ളത്. ഇപ്പോഴും വലുതായെന്നുള്ളത് അവരുടെ മനസ്സ് കയറിയിട്ടില്ല. അപ്പോൾ എല്ലാം മേടിക്കും. അത് കുഞ്ഞിന് ഇന്ന് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കുഞ്ഞിന് മാത്രമല്ല കുഞ്ഞിന്റെ അമ്മയ്ക്കും ഇതൊക്കെ ഇറങ്ങും എന്ന് പറയുന്നത് സത്യം. എനിക്കൊന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും. കാരണം അവര് നോക്കുമ്പോ ഞാനും മോളല്ലേ അല്ലേ. എല്ലാം കുഞ്ഞിന് മാറ്റി കണ്ട കല്ല് കുശുമ്പുണ്ടോ ഇപ്പോഴും? ഞാൻ പറയും അതെന്താ എനിക്ക് ഇറങ്ങൂല ഇതൊന്നും എന്ന് ചോദിക്കും. കൊള്ളാം. എന്തായാലും ഇവിടെ മറ്റേ അമ്മയാണോ കുഞ്ഞു അല്ല മോളാണോ കുഞ്ഞെന്നുള്ള കോമ്പറ്റീഷൻ നടക്കാണ്. അപ്പൊ ഞാൻ ഒരു റാപ്പിഡ് ഫയറിലേക്ക് ഇങ്ങനെ അമ്മയും മകളെയും കൊണ്ടുപോവാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കാം. ചേച്ചിയുടെ കാര്യങ്ങൾ കല്ലുമാണ് പറയണത്, കല്ലിന്റെ കാര്യങ്ങൾ ചേച്ചി പറയണം. ഓക്കെ? അപ്പം ഞാൻ ഫസ്റ്റ് കാര്യം ഇവിടെ ഗായത്രി ചോദിക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചേച്ചിയോടാണേ. കല്ലുവിന്റെ കൂടെയുള്ള എല്ലാ മൊമെന്റ്സും ചേച്ചിക്ക് സ്പെഷ്യലാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഏറ്റവും ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും നാളുള്ളതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു മൊമെന്റ് എന്തായിരിക്കും? ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ കല്ലുവിന് പറ്റിയൊരു അബദ്ധമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും, എപ്പോഴും ട്രോളുന്നതോ കല്ലുവിനെ, അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് എന്താണ്? എല്ലാ സ്പെഷ്യലാ. അങ്ങനെ ഒരു മൊമെന്റ്, ട്രോളുന്ന മൊമെന്റ്
എനിക്ക് നമ്മുടെ പഞ്ചാരക്കുഞ്ചു പഞ്ചാരക്കുഞ്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് മറക്കുമ്പോഴും ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈൻ ട്രോളേഴ്സ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് കളിക്കുന്നതുകൊണ്ട് ആ പഞ്ചാരക്കുഞ്ചു മൊമെന്റ് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് എപ്പോഴും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്നത്. അടുത്ത കല്ലൂനോടാണേ. അമ്മ സിംഗറാണ്, ഡാൻസറാണ്, റൈറ്ററാണ്, ആക്ട്രസ് ആണ്, എല്ലാം ആണ് അല്ലെ, ഹോസ്റ്റ് ആണ്. അപ്പൊ ഏതിലാണ് കല്ലൂന് ഏറ്റവും ഇഷ്ടം അമ്മയെ കാണാന്, അല്ലെങ്കിൽ അമ്മ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കല്ലൂന് തോന്നുന്നത്? എന്റെ അമ്മ സൂപ്പർ ആണല്ലേ. അത് അടിപൊളി റിപ്ലൈ ആയിരുന്നു. ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ ഗായത്രി ചേച്ചി. അല്ല, നല്ല റിപ്ലൈ ആയിരുന്നു, നല്ല നന്നായിട്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് അതെന്താ എനിക്ക് അമ്മയെ പറ്റി ഓർക്കുമ്പോഴത്തേക്കും അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെ അമ്മ ആക്ടറാണ്, സിംഗറാണ് അങ്ങനെയൊന്നും പോകത്തില്ല. എനിക്ക് എന്റെ അമ്മയാണ് എന്റെ ഇത്. എന്താ പറയാ, ഓക്കെ. അപ്പൊ അടുത്ത ചേച്ചിയോടെ, കല്ലൂന് ഏറ്റവും വാശിയുള്ള ഒരു കാര്യം എന്താണ്? കല്ലൂന് പൊതുവെ വാശിയില്ല, അങ്ങനെ ഒരു കാര്യത്തിനും അങ്ങനെ വാശി പിടിക്കാറില്ല. വാശി പിടിച്ചാലും നടക്കൂല എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം. ഇപ്പൊ എന്തെങ്കിലും വേണം എന്ന് പറയും. യൂഷ്വലി കുട്ടികളിൽ കാണുന്ന അങ്ങനത്തെ വാശി പിടുത്തം കാര്യങ്ങൾ. ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണ് ഒരു മടിയുള്ളത്. ഞങ്ങൾ തമ്മിലുള്ള ചകട എപ്പോഴും ഫുഡിന്റെ കാര്യത്തിലും. പിന്നെ ഈ കുറച്ച് അവൾക്ക് അവളുടേതായ ഒരു പേസ് ഉണ്ട്. അതിപ്പം എത്ര തിരക്കുള്ള ഇപ്പൊ 7:45 വണ്ടി ബസ് വരുമെങ്കിൽ അവള് 7:45 അവളിരുന്ന് സ്ലോലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള നമ്മളെല്ലാം ചില മൂവീസിലൊക്കെ കാണൂലേ, ചുറ്റും എല്ലാം ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡും ആ ഒരാള് മാത്രം വളരെ. അതുപോലെയാണ് കല്ലൂന്റെ. ഞാനും അമ്മയും ഒക്കെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച്, അച്ഛൻ പുറത്തുനിന്ന് അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അച്ഛൻ വണ്ടിയിലിരുന്ന് ഹോൺ അടിക്കലും BP അടിച്ചോണ്ടിരിക്കും. ഇവളപ്പോഴും അവളുടേതായ ഒരു സ്ലോ പേസ്. അപ്പൊ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് അത് ഒരു പരിധിവരെ നല്ലതാ, കാരണം ആ സ്ട്രെസ് അവൾക്ക് ഇല്ലല്ലോ. പക്ഷെ ആ സ്ട്രെസ് ആക്ച്വലി വേണം. ഞാൻ പിന്നീട് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് അവർ പറയുന്നത്, അത് പിന്നീട് കുട്ടിക്ക് പിന്നീടുള്ള അവളുടെ ലൈഫിൽ അവളെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, അവളുടെ ആ സ്ലോ ആയിട്ടുള്ള ഒരു നേച്ചർ ആ എക്സാമിന് ശരിയാണ്. അവളുടെ എക്സാം ടൈമിലും അവൾ സ്ലോ ആണ്. അവൾക്ക് പഠിച്ചത് മുഴുവൻ അങ്ങോട്ട് എഴുതി വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ട്രെസ് വരുന്നുണ്ട്. അപ്പൊ എക്സാം ടൈമിൽ ഭയങ്കര സ്ട്രെസ് വരുന്നുണ്ട്. ഒരു ഇനിയിപ്പം ഫ്യൂച്ചറിൽ അവൾക്കൊരു എന്ത് കാര്യത്തിനാണെങ്കിലും അവളുടെ ആ സ്ലോ പേസ് അവളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അത് മാത്രമാണ് ഒരു ചെറിയ നെഗറ്റീവ് ആയിട്ടുള്ളത്. എനിക്ക് ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കല്ലൂൻ ഞാനായിട്ട് കണക്റ്റഡ് ആയ പോലെ. കാരണം എനിക്ക് ഇതേ പ്രശ്നമുണ്ട്. കാരണം MSc ഒക്കെ മറ്റേ 2-3 മണിക്കൂർ കൊണ്ട് 4 essay ഒക്കെ എഴുതേണ്ടത് എഴുതി തീരത്തില്ല. എത്ര സ്പീഡിൽ എഴുതിയാലും ഞാൻ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നോക്കിയല്ലേ കല്ലു, അങ്ങനെ തന്നെയല്ലേ? എങ്ങനെ നോക്കി നമുക്ക് പതുക്കെ എഴുതാൻ പറ്റില്ല. ഫുഡ് കഴിക്കുമ്പോൾ അതുപോലെ അല്ലേ? അതപ്പം ഇവൾക്ക് ഇപ്പൊ തന്നെ അതിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുറച്ച്. കാരണം ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ അത് അവൾക്ക് തന്നെ അവളുടെ കോൺഫിഡൻസിനെയും ഒക്കെ എഫക്ട് ചെയ്യും ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു ട്രെയിനിങ് പോലെ സ്പീഡിൽ എഴുതാനും ഒക്കെ. ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ട് കല്ലു? കുഴപ്പമില്ല, എനിക്ക് എഴുതാൻ പൊതുവെ ഇത്തിരി മടിയാ. അത് എഴുതി ഇപ്പം ഡെയിലി ന്യൂസ് പേപ്പറിലെ ന്യൂസസ് എഴുതുക, അങ്ങനെയുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. അതൊന്നും ചെയ്യില്ല, അതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ചില വഴക്കൊക്കെ. അടുത്ത കല്ലൂനോടാണേ. അമ്മയുടെ ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി. ബിരിയാണി? ഓ, എല്ലാ മലയാളീസിനെ പോലെ നോ ഡൗട്ട് ആണ്. എനിക്ക് 2 പോയിന്റ്. അപ്പം അടുത്ത ചേച്ചിനാണേ. കല്ലൂന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ, ഡ്രീം പ്ലേസ്? കല്ലൂന് ഡ്രീം ഡെസ്റ്റിനേഷൻ അങ്ങനെ ഏതാണ് പോകണമെന്നൊക്കെ? അവൾക്ക് സ്നോഫോൾ ഉള്ള സ്ഥലത്ത് പോകണം എന്നുള്ളതാണ് കല്ലൂന്റെ ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടും സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എപ്പോഴും പറയാം മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് പോകണം എന്ന് പറയാറുണ്ട്. അതായത് സ്വിറ്റ്സർലൻഡോ അങ്ങനെ എവിടെയെങ്കിലും. സ്വിറ്റ്സർലാൻഡ് അതുപോലെ എനിക്ക് സ്നോഫോൾ ഉള്ള സ്ഥലം ഏതായാലും കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് അതെന്റെ ടോപ്പ് മോസ്റ്റ് ആണ്. പിന്നെ എനിക്ക് സ്പെയിൻ, പാരീസ് വലിയ വലിയ ആഗ്രഹങ്ങളാണല്ലേ? ചേച്ചി മറ്റേ ബിസിനസ് ഒക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കേണ്ടി വരും തന്നെ. ജോലിയൊക്കെ കിട്ടി ഞാൻ പറഞ്ഞു സോളോ ആയിട്ട് എവിടെ വേണേലും കൊണ്ടുപോകാറുണ്ട്. ഞങ്ങള് ഇപ്പം യാത്രകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ ഡെസ്റ്റിനേഷൻ ഒക്കെ വേണമെങ്കിൽ തന്നെ പോയിക്കോളാം. എനിക്ക് എല്ലാ സ്ഥലവും എക്സ്പീരിയൻസ് ആണ്, എല്ലാ കൾച്ചർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കൊറേ
എല്ലാം ഡിഫറെന്റ് അല്ലേ, അപ്പൊ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അടുത്തത് അമ്മയുടെ ഫേവറേറ്റ് ഹീറോ മൂവീസ്. ലാലേട്ടൻ. ലാലേട്ടനാണല്ലേ? ഞങ്ങൾ രണ്ടുപേരും ലാലേട്ടൻ fan. കല്ല് ഇങ്ങനെ സ്കോർ തന്നെ ഒറ്റ വാക്കില് റെഡി. ഓക്കെ, ഗായത്രി ചേച്ചിയുടെ കല്ലുവിന്റെ ഫേവറേറ്റ് ഹീറോ അത് ലാലേട്ടൻ. രണ്ടുപേരും ലാലേട്ടൻ ഫാൻസ് ആണ്. ബാക്കിയുള്ളവർക്ക് വിഷമിക്കും കേട്ടോ. ഓക്കെ, അമ്മ ചെയ്തിട്ടുള്ള മൂവീസ് അല്ലെങ്കിൽ സീരീസിൽ കല്ലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ക്യാരക്ടർ? ദീപ്തി IPS. അതാണല്ലേ. കല്ലു എത്രയിൽ പഠിക്കുമ്പോഴൊക്കെയായിരുന്നു? 2.5 വയസ്സുണ്ടായിരുന്നുള്ളൂ സീരിയൽ തുടങ്ങുമ്പോ. സ്റ്റാർട്ട് ചെയ്ത് പിന്നെ തീർന്നത് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ്. ആണല്ലേ? ആ സമയത്തൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് കാണുമോ ടിവിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് കല്ലു? എപ്പിസോഡ്സ് എല്ലാം കാണുമായിരുന്നു തോന്നുന്നു. കാണും. ഒരു ദിവസം ഞാൻ വെറുതെ റൂമില് TV വെച്ച് നോക്കുമ്പോ അതിനകത്ത് ലാസ്റ്റ് സീൻ മറ്റേ പ്രീവിയസ് വാച്ചസിൽ പരസ്പരത്തിന്റെ എപ്പിസോഡ് കിടക്കുന്നു. അപ്പൊ നോക്കുമ്പോ ഇവളിരുന്ന് കാണുന്നതാ. ഒരു ദിവസം അമ്മ ഫ്ലൈറ്റിലെ അമ്മ കിടന്ന് ഉറങ്ങുവാണേ, അമ്മ ഇതിന്റെ മ്യൂസിക് ഒക്കെ കേട്ടിട്ട് ഞാൻ നോക്കുമ്പോ പരസ്പരത്തിന്റെ മ്യൂസിക് ഫ്ലൈറ്റിനകത്ത്. അപ്പൊ ഇവള് അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ടാബില് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഇരുന്ന് ആ സമയത്ത് ഈ ഇടയ്ക്ക് കഴിഞ്ഞൊരു ട്രാവലിനിടയ്ക്ക്. രണ്ടാമത് ഇപ്പൊ മറ്റേ ഇതിനകത്തുണ്ടല്ലോ ഹോട്ട്സ്റ്റാർ, അപ്പൊ അങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് കാണുന്നുണ്ട്, യൂട്യൂബിലൊക്കെ എടുത്ത് കാണാറുണ്ട്. ഓക്കെ, അടുത്ത് കല്ലുവിന്റെ ഫേവറേറ്റ് ഹീറോയിൻ? മലയാളമാണോ ഇംഗ്ലീഷാണോ? ഏത് ലാംഗ്വേജ് ആണ്? എനിക്കറിയാം. മഞ്ജുചാണല്ലേ? പിന്നെ ശോഭന. മഞ്ജു കണ്ടിട്ടുണ്ടോ കല്ലു? ആണല്ലേ, കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ? ശോഭന മാമിയോ? ശോഭന മാമിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആണല്ലേ? ഉടനെ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. അമ്മയെ കല്ലു ഉപദേശിക്കുവാണെങ്കിൽ എന്ത് ഉപദേശം കൊടുക്കും അമ്മയ്ക്ക്? കാരണം എപ്പോഴും കല്ലുവിനെയൊക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നതാണല്ലോ. അപ്പം അമ്മയ്ക്ക് ഒരു ഉപദേശം കൊടുക്കുവാണെങ്കിൽ എന്ത് ഉപദേശം കൊടുക്കും? അയ്യോ, പറഞ്ഞോ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ ഉപദേശം കൊടുക്കാൻ? ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഉപദേശം ദേഷ്യം ആണോ? അമ്മയ്ക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ്. ദേഷ്യം വന്നാ ഭയങ്കര ദേഷ്യമായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പൊ എന്താ അമ്മ ഇത്തിരി ദേഷ്യം കുറയ്ക്ക്. മിക്കവാറും കല്ലു അല്ലെ അരുണും ആയിരിക്കും. ഞാൻ ബാക്കി എല്ലാവരുടെ അടുത്ത് ഞാൻ കുറച്ച് കൺട്രോളിൽ നിൽക്കും. പക്ഷെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇവരുടെ രണ്ടുപേരുടെ അടുത്താ. വെറുതെ നിൽക്കുമായിരിക്കും, പക്ഷെ അമ്മ ഞാൻ ഇതെടുത്ത് തരാം. ചില സമയത്ത് എനിക്ക് സങ്കടം വരും. പക്ഷെ നമുക്ക് ചില ഫ്രസ്ട്രേറ്റിംഗ് മൊമെന്റ്സ് ഉണ്ടല്ലോ, ചില ഭയങ്കരമായിട്ട് നമുക്ക്. ഇന്നിപ്പോ രാവിലെ എന്റെ ഒരു ചെയിൻ കാണുന്നില്ല, ഗോൾഡ് ചെയിൻ ഷൂട്ടിന് പോയപ്പോ മിസ്സായതാ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അമ്മേ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് അമ്മ ഞാൻ എടുത്തു തരാം, കുഴപ്പമില്ല. ചേച്ചി ഇപ്പൊ ഇതുമായിട്ട് ഞാനൊരു ചോദിക്കട്ടെ, നമ്മളിപ്പോ എല്ലാരും പറയാറുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്താണ് നമ്മൾ ദേഷ്യം കാണിക്കാൻ പറ്റുന്നത്, അങ്ങനെയാണെങ്കിൽ. പക്ഷെ അതങ്ങനെ ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നാറുണ്ടോ? നമ്മുടെ ദേഷ്യം അങ്ങനെയല്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ മറ്റേയാളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അല്ല, അത് അങ്ങനെയല്ല, ശരിക്കും തെറ്റാണ്. അങ്ങനെ നമ്മളത് കൺട്രോൾ ചെയ്യുക തന്നെ വേണം. പക്ഷേ നമ്മളെല്ലാം ആദ്യമേ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ക്ലോസ്ഡ് വൺസിന്റെ അടുത്താണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാ ഇമോഷൻസും പോലെ തന്നെയല്ലേ ദേഷ്യം. നമ്മൾ സങ്കടം വന്നാൽ കരയും, ചിരിക്കും, സന്തോഷം വന്നാൽ ചിരിക്കും. ദേഷ്യം വന്നാൽ അത് എല്ലാവർക്കും ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. ചില ആൾക്കാർ അത് എക്സ്പ്രസ് ചെയ്ത് തന്നെ കളയണം. ചില ആൾക്കാർ അതിങ്ങനെ ഉള്ളിൽ വെച്ചാൽ ഗ്രഡ്ജോ എന്താ അതിങ്ങനെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കും. എനിക്ക് ഇങ്ങനെ ഗ്രഡ്ജ് ഒന്നും മനസ്സിൽ വെക്കുന്ന ആളേ അല്ല ഞാൻ ചിലപ്പോൾ മറന്നേ പോകും. തലേ ദിവസം ഇവളോട് വഴക്ക്, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ഇവളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടു എന്നുള്ളത് തന്നെ എൻ്റെ മനസ്സിലുണ്ടാവില്ല. ആ മൊമെന്റ് കഴിഞ്ഞ് എൻ്റെ ഓക്കെയാണ്. ചിലപ്പോൾ മറ്റേ ആൾക്ക് ചിലപ്പോൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ശരിയാണ്, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള ഓക്കെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആരാടാ ചേച്ചിനോട്. കല്ലുവിന്റെ ഫേവറേറ്റ് സിംഗറോ? കല്ലുവിന്റെ ഫേവറേറ്റ് കാരണം ചേച്ചി പാട്ട് പാടുന്ന ആളാണല്ലോ. കല്ലുവിന്റെ ഫേവറേറ്റ് സിംഗർ, അങ്ങനെ സിംഗേഴ്സിനെ പറ്റി സിത്താരയുടെ പാട്ടുകളൊക്കെ ഇവള് പാടുന്നതും സിത്താര ഇഷ്ടമാണ്. സിത്തുവിന്റെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. ഗൗരി ലക്ഷ്മി.
ഓക്കെ, അപ്പൊ രണ്ടുപേരും ഈ റൗണ്ടിൽ നന്നായിട്ട് സ്കോർ ചെയ്ത് രണ്ടുപേരും പറഞ്ഞു ആ ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു, കല്ലും ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ പരസ്പരം നമ്മൾ, എനിക്ക് തോന്നുന്നു കേരളത്തിലും ഉള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ചേച്ചിയുടെ, ഗായത്രി ചേച്ചിയുടെ മുഖം കാണുമ്പോഴേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ദീപ്തി IPS ആ ഒരു റോളാണല്ലേ. അതിനുശേഷം പിന്നെ ചേച്ചി അങ്ങനെ സീരിയലുകളിലേക്കൊന്നും അധികം വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. പിന്നെ അതാണല്ലേ. കോൾസ് ഇപ്പോഴും വരുന്നുണ്ട് സീരിയൽസ് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും ആൾക്കാർ ആ സീരിയലിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും ഇപ്പോഴും ട്രോൾസ് വരാനും, ട്രോൾസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും അത് ആളുകളുടെ മനസ്സിൽ കയറിയ ഒരു സീരിയലും എൻഡിങ് ഒക്കെ ക്ലൈമാക്സ് ഒക്കെ പോട്ടെ, അതെങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ആ സീരിയലിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യൂഷ്വൽ സീരിയൽ പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടും ഒക്കെ പോയ പല കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ പോയി ഈവൻ ആ ക്യാരക്ടറാണല്ലോ. അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇപ്പോഴും അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് പിന്നെ വന്നിട്ടില്ല. വളരെ യൂഷ്വൽ ആയിട്ടുള്ള കഥകളും വളരെ യൂഷ്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അത് ആർക്കും ചെയ്യാവുന്ന കഥാപാത്രങ്ങളാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പൊ അതുപോലൊരു ക്യാരക്ടർ വരികയാണെങ്കിൽ, ഇപ്പൊ എന്റെ പ്രൊഡ്യൂസർ തന്നെ വേറൊരു വലിയൊരു പ്രോജക്റ്റിനെ പറ്റിയിട്ടൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതാ, പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് പോയി. അദ്ദേഹം ഈ നെയിലിറ്റിന്റെ ഇനോഗ്രേഷൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, സാർ ആ പ്രോജക്റ്റ് എന്തായി എന്നുള്ളത്. അതൊരു വലിയ പ്രോജക്റ്റാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ ഈ പരസ്പരം ട്രോളുകളൊക്കെ നമ്മൾ ഇങ്ങനെ വീണ്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതൊക്കെ കാണാറുണ്ടോ നിങ്ങൾ? എനിക്ക് കുറെ തലതെറിച്ച കസിൻസ് ഉണ്ട്. ഇതുങ്ങള് മെസ്സേജ് അയക്കുന്നതേ ഈ ട്രോളാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മറ്റേ ജീവനോടുണ്ടോ നിനക്കാറില്ലല്ലേ? ഒന്നെങ്കിൽ അവർക്ക് എന്റെ ഡ്രസ്സോ സ്ഥിരം ഡയലോഗാണേ കസിൻസ്, ഗാത്തു കിഡ്നി ആണോ ഹാർട്ടാണോ, കിഡ്നി വേണോ ലിവർ വേണോ ഒന്നെങ്കിൽ എന്റെ ജ്വല്ലറിയോ കോസ്റ്റ്യൂംസോ എന്തെങ്കിലും ഒന്ന് സാരിയോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്നെ കളിയാക്കുന്ന എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. ഇതിന് രണ്ടിനുമാണ് വിളിക്കുന്നത്. അപ്പൊ കല്ലു, ഞാൻ ഒരു 2 ട്രോൾ വീഡിയോ കാണിക്കാം. എനിക്കപ്പൊ അതിന്റെ റിയാക്ഷനും കല്ലിന് എന്താ പറയാനുള്ളതെന്ന് വളരെ സത്യസന്ധമായിട്ട് എന്നോട് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്നും നിർത്താറായില്ലേ? മതി, സ്റ്റോപ്പ്. എനിക്കിത് ഓർമ്മയുണ്ട്. ഈ സീൻ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ബോംബ് പൊട്ടാറാകുമ്പോ ഇന്ത്യക്കാരെ കൊണ്ട് ഇത്രയും ഡയലോഗ്സ് പറയിപ്പിക്കണം? മതിയടേ, മതി. നിനക്ക് ഞാൻ പിന്നെ കാണിച്ചു തരാം. മതി. ഇത് കണ്ടിട്ടുണ്ടോ കല്ല് ഇതിനു മുമ്പ്? ഈ ലാസ്റ്റ് സീനില് കുറെ ട്രോള് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ വീഡിയോ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോ എന്താ തോന്നുന്നത്? എന്താ എനിക്ക് സങ്കടമുണ്ട്. അവർ അത്രയും സീരിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സീനിന് നമ്മൾ ഇങ്ങനെ ഒന്ന് ചിരിക്കണം. ഇത് ആക്ച്വലി ഞാൻ പറയട്ടെ, ഇത് എഴുതിയ റൈറ്ററിനെ ആരും സ്മരിക്കാറില്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറിനെ ആരും സ്മരിക്കാറില്ല, ഡയറക്ട് ചെയ്ത ഡയറക്ടറിനെ ആരും സ്മരിക്കാറില്ല. ഞങ്ങൾ പാവം ആക്ടേഴ്സ് ഇത് വെറുതെ അതൊന്നും അഭിനയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് ആക്ച്വലി സംഭവം എന്താ വെച്ചാലേ, ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹിന്ദി സീരിയൽ അതേപോലെ റീമേക്ക് ചെയ്തതാ. അത് അന്ന് അതിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അന്ന് ചോദിച്ചിരുന്നു, ഇത് മലയാളികൾ ഇതിൻ്റെ ലോജിക് ഒന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. മേ ബി ഒരു മാസ് ഓഡിയൻസ്, നോർത്ത് ഇന്ത്യയിലുള്ള ഇപ്പം ഒരു ഹിന്ദി ഓഡിയൻസിന് ചിലപ്പോൾ ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ ആളുകൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് അറിയാം. ഇത് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്നു അത് ഒരിക്കലും അങ്ങനെ ആവില്ല, കാരണം അത് ഹിന്ദിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര ന്യൂസ് ഒക്കെ ആയിരുന്നു. ദിയ ഓർ ബാത്തിയമ്മന്റെ എൻഡിങ് ഭയങ്കര ന്യൂസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്, പക്ഷെ അങ്ങനെ തന്നെ ചെയ്തു. ഇത് ആ സമയത്ത് ക്ലൈമാക്സ് കല്ലു എന്താ തോന്നി? ഞാൻ കരഞ്ഞില്ല. ഇവള് കരഞ്ഞു. ബോംബോട്ടെ അത് കണ്ട് കരഞ്ഞ ഏക വ്യക്തിയായിരിക്കും. അന്ന് ഞാൻ 3ാം ക്ലാസ്സിലാ. വേറെ ആന്റി കരഞ്ഞ് കൂടി. അത് ആ എപ്പിസോഡ് കണ്ട് ഭയങ്കര ഇമോഷണൽ ആയ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ നമ്മള് ആ ഒരു കുറച്ചു പേരുമായിട്ട്? സാറ് പ്രൊഡ്യൂസറുമായിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വന്നിരുന്നു ഇനോഗ്രേഷന്. അദ്ദേഹമായിട്ട് നല്ല എപ്പോഴും ഞാൻ എന്ത് പ്രോജക്റ്റ് തുടങ്ങുമ്പോഴും ഒക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. എന്ത് കാര്യത്തിനും നമ്മുടെ ഒരു വെൽവിഷറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആക്ടേഴ്സിൽ ഇപ്പൊ എന്റെ സിസ്റ്ററുമായിട്ട് അഭിനയിച്ച സ്നേഹയുടെ അമ്മയോട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. സ്നേഹയുടെ അമ്മയായിട്ടൊക്കെ നല്ല കോണ്ടാക്ട് ഉണ്ട്. എന്റെ നാത്തൂനായിട്ട് അഭിനയിച്ച ധന്യ, കുറച്ചു പേരൊക്കെ ആയിട്ട് നല്ല. ചേച്ചി ഇപ്പം എനിക്കൊന്ന് പഴയ ഈ അമ്മമാർക്കും അപ്പന്മാർക്കും ഒന്നും അവർക്ക് അറിയില്ല. അവർ സീരിയൽ കാണുമ്പോഴേ വിചാരിക്കും ഓ ഇതായിരിക്കും ഫാമിലി ശരിക്കും. അപ്പൊ ഈ പുറത്തൊക്കെ ചിലപ്പോ അരുൺ ചേട്ടനെ കൊണ്ട് പോകുമ്പോഴേ നമ്മളെ സൂര്യചേട്ടൻ എന്ത് ചെയ്യും, സൂര്യചേട്ടൻ ഇതൊക്കെ ചോദിക്കാറുണ്ട്.
ചോദിക്കാറുണ്ടോ ഹസ്ബൻഡ് എവിടെ? ഞാൻ പറയും ഇതാണ് എന്റെ ശരിക്കുള്ള സൂര്യചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഗായത്രി സുരേഷ് അങ്ങനെ അതുപോലെ അല്ല ഗായത്രി സുരേഷ് അമ്മ പേര് മാറ്റി അമ്മ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ദീപ്തി APS അതാണ് എല്ലാരും വന്നിട്ട്. പിന്നെ പേരൊക്കെ ഇടയ്ക്ക് മാറ്റിക്കണം, ഗായത്രി അരുൺ, ഗായത്രി സുരേഷ് എന്നൊക്കെ. ഓക്കെ, അവരുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ സൂര്യചേട്ടൻ? അല്ലെങ്കിൽ അന്ന് ഞങ്ങളൊന്നും അവരുമായിട്ടൊന്നും അങ്ങനെ കോണ്ടാക്ട് ഇല്ല. ഞാൻ പൊതുവെ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ കോണ്ടാക്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. ഉള്ളല്ലേ. ഇപ്പൊ എന്തായാലും ഈ പരസ്പരം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ വേറെ കുറച്ച് പരിപാടികളിലേക്ക് ചേച്ചി കടന്നിരിക്കുകയാണ് അല്ലെ, ബിസിനസ് കാര്യങ്ങൾ. അപ്പൊ പുതിയ വിശേഷങ്ങൾ തന്നെ, കാരണം നമ്മളിപ്പോ ഇരിക്കുന്നത് തന്നെ ചേച്ചിയുടെ ഒരു പുതിയ വെഞ്ചറിലാണ്, നെയിലിറ്റ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെ? കുറെ നാളത്തെ സ്വപ്നമായിരുന്നു ഇത്. ആക്ച്വലി അങ്ങനെ പറയാനും പറ്റില്ല, നമ്മൾ പെട്ടെന്നുള്ളൊരു തോട്ട് എന്ന് വന്നതാണ്. പക്ഷെ നടന്നതെല്ലാം വളരെ സഡൻ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഇത് തുടങ്ങിയത് പ്ലാനും എക്സിക്യൂഷനൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ വളരെ ഇതിന്റെ കൺസ്ട്രക്ഷന് മാത്രമേ ഒരു ഡിലേ വന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നമ്മുടെ പ്ലാൻ ചെയ്ത ഉടനെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ എടുക്കാനുള്ള ഒരു എഗ്രിമെന്റും നമുക്ക് അപ്പം തന്നെ ഈ ബിൽഡിങ്ങിന് വന്ന് അന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ വന്ന് ഈ ബിൽഡിംഗ് കണ്ടു, എഗ്രിമെന്റ് ആയി. അങ്ങനെ വളരെ പെട്ടെന്ന്, ഒരിക്കലും ഞാൻ എന്താ പറയാ ഒരു സംരംഭയാകുമെന്ന് വിചാരിക്കുകയേ ചെയ്യാത്ത ഒരാളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതാ. പക്ഷെ ദൈവാധീനം ഭയങ്കര ഒരു എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഇത് വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ചേച്ചിയെ സംബന്ധിച്ച് കല്ലിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായി. നമ്മളൊരു പെൺകുട്ടിയല്ലേ, ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ റെഗുലർലി പോയി ഫേഷ്യൽസോ അങ്ങനെ ഒന്നും ചെയ്യില്ലെങ്കിൽ പോലും എനിക്ക് പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെ ഒരു സെൽഫ് പാമ്പറിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമുക്ക് പോയിരിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് സലോൺ എന്ന് പറയുന്നത്. ഭയങ്കര കുറച്ചു നേരം വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇത് ചെയ്യുമ്പോഴും എൻ്റെ ഒരു ആവശ്യം അതായിരുന്നു. ഇതിന്റെ കളർ തീമും ഒക്കെ യൂഷ്വൽ സലൂണിൽ കാണുന്ന ഒരു ഭയങ്കര ക്രൗഡഡ് ഫീൽ ഇല്ലാതെ കുറച്ചൊരു സെറീനായിട്ട് ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാൻ ആളുകൾക്ക് തോന്നുന്ന ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കല്ലൂര് ഭയങ്കര സന്തോഷമായി, കാരണം പ്രത്യേകിച്ച് ഈ പ്രായം ഞാൻ അടുപ്പിക്കാറില്ല അങ്ങനെ. ഓ എനിക്കിനി വേറെ പോകേണ്ട ആവശ്യമില്ലോ, ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, പെഡിക്യൂർ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ കല്ലു? ആണോ? അതിൽ എത്രത്തോളം ഹാപ്പി ഉണ്ട്, ഞാൻ ഒന്ന് കേൾക്കട്ടെ. അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എനിക്ക് അമ്മയൊക്കെ പാർലറിൽ പോകുമ്പോഴത്തേക്കും ഞാനും വരട്ടെ. എനിക്ക് പാർലറിലൊക്കെ പോയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാവരോടും സംസാരിച്ച് ഇവിടൊക്കെ ഇരുന്ന് സംഭവങ്ങളൊക്കെ നോക്കി. ഇപ്പൊ നെയിലിന്റെ സംഭവമൊക്കെ നോക്കി. ഞാൻ ഇടയ്ക്ക് ഇരുന്ന് വന്നിട്ട് ചേട്ടനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്റീരിയർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ഫീൽ ഒക്കെ കിട്ടും. ഇവിടെ ഇപ്പൊ എന്തൊക്കെ സർവീസ് ആയിട്ട് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? ഇവിടെ ആക്ച്വലി ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം നെയിൽ ആൻഡ് ഹെയർ മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പൊ എല്ലാം ആഡ് ഓൺ ചെയ്തു. എന്ന് വെച്ചാൽ എല്ലാ നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും വെൽ ട്രെയിൻഡ് ആണ് എല്ലാത്തിലും. അപ്പം പിന്നെ ഇവിടുത്തെ ഞാനിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ചേർത്തലയിലാണ്. അപ്പോൾ ചേർത്തലയിലെ ആളുകൾക്കും നെയിലൊക്കെ ഇപ്പം ആ ഒരു ട്രെൻഡിലേക്ക് വരുന്നേ ഉള്ളൂ. നെയിൽ ചെയ്യാൻ എന്നിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ആൾക്കാർ നെയിൽ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ ആൾക്കാർ ഒരു സലോൺ എന്ന് പറയുമ്പോൾ എല്ലാ സർവീസസും എക്സ്പെക്ട് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം നമ്മൾ കുറച്ച് പ്രീമിയം തന്നെ എല്ലാ സലൂൺസിലും കിട്ടാത്ത കുറച്ച് പ്രോഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സർവീസസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ പെഡിക്യൂർ ആണെങ്കിലും മാനിക്യൂർ ആണെങ്കിലും ഫേഷ്യൽസ് ഒക്കെ ആണെങ്കിൽ തന്നെ നോർമലി ചേർത്തലയിലെ സലൂൺസിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കല്ലൂര് വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ട്രിപ്പ് പോവാൻ നേരത്ത് കല്ലു ഇങ്ങനെ വരുന്നില്ല കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു തെർമിലൂടെ കിട്ടിയല്ലോ നിങ്ങളുടെ കൂടെ പോകാനൊക്കെ ഉള്ളത്. അപ്പൊ അത് ഏത് ട്രിപ്പിനായിരുന്നു? ഇപ്പൊ മലേഷ്യ ട്രിപ്പിലായിരുന്നു? അല്ല, അതിന് മുമ്പ് ഞങ്ങള് അതിന്റെ കഴിഞ്ഞ വർഷം പോയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു നോർത്ത് ഇന്ത്യ ഫുള്ള് ബൈ കാറ് പോയത്. അപ്പോൾ ആ ട്രിപ്പിൽ ആയിരുന്നു ഞാനും അരുണും 10 ദിവസത്തെ ട്രിപ്പായിരുന്നു അത്. ഞാനും അരുണും മാത്രം പോകും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൾക്കും ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവൾ അതിൽ ഓക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് ആണ് ഇവൾ അറിയുന്നത് ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അന്ന് ശരിക്കും വിഷമൊക്കെ തോന്നിയോ? അയ്യോ ഇവരുടെ മാത്രം പോകുന്നു അല്ലെ, കുഞ്ഞുള്ള നല്ല വിഷമായിരുന്നു ആള്. പക്ഷെ ഇങ്ങനെ പറയില്ലേ, നമുക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ട് ആള് കാണിക്കില്ല. അപ്പൊ അങ്ങനെ പറയാതിരുന്ന അവസാനം ഞാനിങ്ങനെ പറഞ്ഞപ്പോ അവിടെ വെച്ച് പൊട്ടിപ്പോയി. ഇടയ്ക്ക് അതിന്റെ തലേ ദിവസം വന്നിട്ട്
കരച്ചിലൊക്കെ ആയി. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്നാ പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നിട്ട് പിന്നെ വീഡിയോയിലാണ് അത് റിവീൽ ചെയ്തത്. മലേഷ്യൻ ട്രിപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? കാരണം കുറെ വെറൈറ്റി ഫുഡും എല്ലാം കഴിക്കാൻ പറ്റിയല്ലേ? ഏറ്റവും അവിടെ പോയിട്ട് കഴിച്ചൊരു വിയേർഡ് ഫുഡ് അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളൊന്നും അല്ലായിരിക്കില്ല അവിടെ, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടോ? എനിക്ക് അവിടുത്തെ ഒതന്റിക് ഫുഡ് എല്ലാം അങ്ങനെ എനിക്ക് അതിന്റെ ടേസ്റ്റ്. ഞാനും അച്ഛനും ആക്ച്വലി എന്താ പറയാ ഈ പാമ്പ് അതുപോലത്തെ കഴിച്ചോ? അല്ല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ചൈനീസ് കൈൻഡ് ഓഫ് റോ ഫുഡ് ഇല്ലേ, മറ്റേ സുഷി എന്നൊക്കെ പറയുന്ന സുഷി ഇൻസെക്ട്സ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ ഫ്രൈ അല്ലാടാ, സുഷി അല്ല, സുഷി അല്ല, ഈ ഓരോ ഇൻസെക്ട്സിനെയൊക്കെ ഫ്രൈ ചെയ്ത്, ക്രിക്കറ്റിനൊക്കെ ഫ്രൈ ചെയ്ത്, ക്രിക്കറ്റിനൊക്കെ ഫ്രൈ ചെയ്ത്, ക്രൊക്കഡൈൽ, പിന്നെ മറ്റേ അവര് ചിപ്സ് പോപ്കോൺ കഴിക്കുന്ന പോലെ കഴിക്കും അവര്. അതൊക്കെ എനിക്ക് അച്ഛനും ഭയങ്കര ഇഷ്ടാ. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അമ്മ സമ്മതിച്ചിരുന്നെങ്കിൽ അവിടെ അവൈലബിൾ നമ്മളൊരു മാർക്കറ്റിൽ പോയി അപ്പൊ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്ക, അപ്പൊ അച്ഛൻ എനിക്ക് വേണം. ഞാൻ പക്ഷെ എനിക്കത് പറ്റില്ല, അപ്പൊ ഞാൻ സമ്മതിച്ചില്ല. നമ്മൾ വേറെ സംഭവം കഴിച്ചിരുന്നു, മാംഗോ റൈസ്, സ്റ്റിക്കി റൈസ് അല്ലേ, മാംഗോ സ്റ്റിക്കി റൈസ് ഭയങ്കര വൈറലായി, അത് നല്ലതായിരുന്നു. പിന്നെ ടാങ്കുളു, എന്താ ടാങ്ക്ലോ, അതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല, ഞാൻ ചാങ്കുലു അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതെനിക്ക് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചില്ല മലേഷ്യ ഉണ്ടാവും, എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും അത് വെച്ചേക്കണം. അപ്പൊ ഞാൻ അമ്മയെ ട്രൈ ചെയ്യണം നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തു. അത് നല്ലതായിരുന്നു. എല്ലാ ഇയറും ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോകണം എന്നുള്ളൊരു മൈൻഡാണോ ഫാമിലി കംപ്ലീറ്റ്ലി? അരുണും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ കൂടെ എല്ലായിടത്തും നമുക്ക് പറ്റിയിട്ടില്ല, അങ്ങനെ കുഞ്ഞിലൊന്നും അത്ര യാത്രകളൊന്നും പോകാനൊന്നും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇത്ര നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി യാത്രകൾ പോകാനായിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവൾക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്ത കുറേ എക്സ്പീരിയൻസസ് കിട്ടുന്നതാണ് യാത്രകൾ. അത് ഈ ചെറിയ ഏജിലെ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ വലിയൊരു കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം ഈ മാസം നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേയും കൂടെ ആണല്ലോ അല്ലെ, ബർത്ത്ഡേ വരുവാണ് 7th. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കല്ലോളെ. അപ്പം എന്താണ് ഈ വർഷത്തെ ബർത്ത്ഡേ പ്ലാൻസ് ഒക്കെ? ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കാറുണ്ടോ? കല്ലൂരിന്റെ 12th ബർത്ത്ഡേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അന്നാണ് കല്ലൂരിന് ഒരു പപ്പിയൊക്കെ നമ്മുടെ ഫ്രണ്ട് ജോണും ചിന്നും കൂടെ പപ്പിയൊക്കെ ഗിഫ്റ്റ് ചെയ്ത്, പോപ്പി എന്ന് പറഞ്ഞൊരു ബീഗിൾ പപ്പിയൊക്കെ ഗിഫ്റ്റ് ചെയ്തത്. അത് അച്ഛൻ്റെ ബർത്ത്ഡേ, അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങനെ ഞങ്ങൾ കല്ലൂരിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എല്ലാ വർഷവും ഇതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്, അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻസ് ഒന്നും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തവണയും അങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും നമ്മുടെ ഫാമിലി മാത്രമല്ല ചെറിയൊരു ഫംഗ്ഷൻ ആവാനാണ് സാധ്യത. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറയാറുണ്ടോ അമ്മ, അത് വേണം ഇത് വേണം എന്നൊക്കെ? കേക്ക് വാങ്ങിക്കില്ലേ അമ്മ എന്ന് ചോദിക്കാറുണ്ടല്ലേ? നേരത്തെ ഒന്ന് പറഞ്ഞു നോക്കും അല്ലെ, എനിക്ക് ഇതൊക്കെയാണ് അമ്മ ഇഷ്ടം അല്ലേ? എന്താണ് മറ്റേ വലുതാകുമ്പോ കാരണം ഇത്രയും സ്മാർട്ടാണ്, കുറെ കാര്യങ്ങളിൽ കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പം എന്താണ്, ഏത് ആക്ടിങ്ങിലേക്ക് വരാനാണോ വേറെ എന്തെങ്കിലും ആണോ? ആക്ടിങ് ആണ് എന്റെ പാഷൻ, മെയിൻ പാഷൻ. എനിക്ക് ആക്ടിങ് തന്നെ പോണം. പിന്നെ പ്രൊഫഷൻ ആയിട്ട് എനിക്ക് ഡിസൈനിങ്ങിന്റെ തന്നെ NID ഇല്ലേ, അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് ഇല്ലേ, വരയ്ക്കാനൊക്കെ ഭയങ്കര, ഡിസൈൻ ചെയ്യാനും ഈ ക്രാഫ്റ്റ് ഐറ്റം ചെയ്യാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഡിസൈനിങ് തന്നെ പ്രൊഫഷൻ ആയിട്ട് എടുത്ത് പോണം എന്നാണ് ആഗ്രഹം. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. കഴിഞ്ഞ ഏതോ ഒരു ഞാനൊന്ന് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്, ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂല് കല്ല് പറഞ്ഞിട്ട് എനിക്ക് ഗൈനക്കോളജിസ്റ്റ് ആവുന്ന ഇഷ്ടം അതല്ലേ, അങ്ങനെ പറഞ്ഞാലോ? ഇതിപ്പം ഇത് കുറച്ച് പറയുന്നതാണ് NID. അതിന്റെ അവള് തന്നെ അതിന്റെ എങ്ങനെയാണ് അതിന്റെ കോച്ചിങ് എവിടെയാണുള്ളത്, അതിന്റെ എക്സാം, എൻട്രൻസ് എക്സാം എങ്ങനെയാണ്, അതിന്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്നൊക്കെ ഉള്ള പ്രിപ്പറേഷൻസ്. അപ്പൊ അവൾക്ക് എന്താ വെച്ചാൽ കൺഫ്യൂസിങ് ആയിരുന്നു എന്തില്. ഞാൻ പറഞ്ഞു ഇപ്പൊ നീ അതിനെ പറ്റി ചിന്തിക്കണ്ട, നീ ഇപ്പോഴത്തെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യ, എന്നിട്ട് നിനക്ക് എപ്പോഴും ആ ഒരു ഏജിലും നിനക്ക് അത് തന്നെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ വേണം, നമുക്കൊരു എയിം വേണം. അപ്പോ ഇപ്പൊ അതാണ് NID പോണം എന്നൊക്കെയാണ് പറയുന്നത്. ചേച്ചിക്ക് അറിയാം ഇതെന്തായാലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത്. എല്ലാരും ഇപ്പം കൂടുതലും കമന്റ്സിൽ വന്നിട്ട് ചേച്ചിയോട് ഇപ്പോഴും ചിന്തയാണ് ഇങ്ങനെ എത്ര സുന്ദരിയായിട്ടിരിക്കാൻ പറ്റുന്നത്, എന്താണ് ഇവിടെ കല്ലുമോളും അമ്മ ഇങ്ങനെ സുന്ദരിയായിട്ട്, എന്താണ് ഇതിന്റെ സീക്രട്ട്? നല്ല മനസ്സിലൂടെ, നല്ല മനസ്സിലൂടെ. ഇവിടെ നോക്കുമ്പോ കല്ലു ഭയങ്കര വീഡിയോ കോൺഷ്യസ്, ഫ്രണ്ടിൽ ഇങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് അബദ്ധം പറ്റിയതാ. ഇതൊരു അബദ്ധമായിരുന്നു. ആക്ച്വലി ഞാൻ തന്നെ കട്ട് ചെയ്തിടുമായിരുന്നു, അടികൊള്ളാത്ത അബദ്ധമായിരുന്നു. അതെ ഞാൻ തന്നെ കട്ട് ചെയ്തിടുമായിരുന്നു ബാങ്ക്സ്. അപ്പൊ അത് എനിക്ക് ഇവിടം വരെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചാൽ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുക. അപ്പൊ എൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പൊ എൻ്റെ കയ്യിൽ ചീപ്പ് കിട്ടിയത്. അപ്പൊ ഞാൻ ഈ ഫ്രണ്ടിലത്തെ മുടി ഇതിങ്ങനെ ചുരുട്ടി ഞാൻ ഇങ്ങനെ രാത്രി വിളിച്ചിരിക്കണം, മുടി ചീപ്പ് കുരുങ്ങി എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ഫോട്ടോ, എനിക്ക് ഫോട്ടോ, ഞാൻ ഇവിടെയാ, നല്ല തിരക്കുണ്ടാവും. ഫോട്ടോ കണ്ട് എനിക്ക് സത്യം സങ്കടവും ചിരി എല്ലാം കൂടെ വന്നേ. ഇവിടെ ഒരു കൊമ്പ് പോലൊരു, ഇവിടെ കുറെ മുടി, 2 കൊമ്പും, നമ്മുടെ ടെയിൽ കോമ്പില്ല, അതിങ്ങനെ കുരുങ്ങി മുടി അഴിക്കാൻ പറ്റാതെ. എന്നിട്ട് എന്താ ഞാനത് ഇതുപോലെ ഒരു അബദ്ധങ്ങളൊക്കെ കളിക്കുമ്പോൾ ഞാൻ തന്നെ സോൾവ് ചെയ്യാറുണ്ട്. പക്ഷെ ഉണ്ട് ചെറിയ അബദ്ധങ്ങളൊക്കെ. പക്ഷെ ഇത് ഞാൻ അതുപോലെ പോയി കുറെ വെള്ളമൊക്കെ വെച്ച് കുറെ ഷാമ്പും കുറെ കണ്ടീഷണറൊക്കെ ഇട്ട് അതൊക്കെ ചെയ്തോ? അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അതൊന്നും വന്നില്ല, എനിക്കൊക്കെ പേടി. എന്നിട്ടാണ് ഞാൻ അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണത്. എന്നിട്ട് അമ്മ ഇവിടുന്ന് എൻ്റെ അപ്പച്ചി ഞാൻ വീട്ടിലായിരുന്നു. അപ്പച്ചി വീട്ടിലേക്ക് വിട്ട് എന്നിട്ട് അപ്പച്ചി കുറെ എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ വെള്ളം എണ്ണ എല്ലാം കൂടെ വന്നിട്ട് എനിക്ക് പനിയായി, തലവേദനയായി. അവസാനം ഞങ്ങള് മുറിച്ചു കളഞ്ഞത്. അതാണ് കാണുന്നതല്ലേ, നല്ല രസമുണ്ട് കാണാനേ. അതൊരു എന്നിട്ട് ഇവിടെ വിജയ ചേച്ചി എന്താ ഇവിടുത്തെ സ്റ്റാഫ്, അപ്പൊ വിജയ ചേച്ചി എനിക്ക് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു. അല്ല ഇതിനിടയ്ക്ക് പറഞ്ഞു ഞാനിങ്ങനെ അബദ്ധങ്ങളൊക്കെ സ്വന്തമായിട്ട് എല്ലാം കൈകാര്യം ചെയ്യാറുണ്ട്. അല്ല ഇത് ഓൾറെഡി കൈകാര്യം ശ്രമിച്ചു, പക്ഷെ നടക്കാഞ്ഞിട്ടാണ് ലാസ്റ്റ് അമ്മേനെ വിളിച്ചത് അല്ലേ. ഓക്കെ, ചേച്ചിയുടെ എന്താണ് ഈ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പാരലൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എൻ്റെ കാര്യങ്ങളൊന്നും ഈ പ്ലാൻ ചെയ്ത പോലെയല്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന നെയിലിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുമെന്നുള്ളത് ഒരു കഴിഞ്ഞ വർഷം ഈ സമയത്തൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലാത്തൊരു കാര്യമാണ്, ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ലൈഫ് എന്നാ പ്ലാൻ ചെയ്ത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കുറേ പ്രോജക്ട്സ് ഇങ്ങനെ നീണ്ടു പോവാണ്. അപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഉള്ളത്, എനിക്കൊരു ബുക്ക് എഴുതി തീർക്കാനുണ്ട്. DC ബുക്സുമായിട്ട് കമ്മിറ്റ് ചെയ്തതാണ് എൻ്റെ യാത്രകളെ പറ്റിയിട്ട്, 2ാമത്തെ ബുക്ക്. അതിനുവേണ്ടി ഞാനൊരു യാത്ര ഇപ്പോൾ വീണ്ടും കാശ്മീരിലേക്ക് പോകാനിരിക്കുക. അത് ഇമ്മീഡിയറ്റ്ലി തീർത്ത് കൊടുക്കണം. അതിൻ്റെ കുറച്ചേ ആയിട്ടുള്ളൂ. അതിൻ്റെ ദീപ്തി എന്ന് പറഞ്ഞ എൻ്റെ സ്റ്റാഫ് എപ്പോഴും ഇടയ്ക്ക് ട്രെയിനിങ്ങിൽ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും എന്തായി. അതാണ് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ ഉള്ളത്, ഞാൻ ഒരു ഡയറക്ടോറിയൽ പ്രോജക്റ്റ് കുറേ നാൾ മുമ്പേ അനൗൺസ് ചെയ്തതാണ്. അതിൻ്റെ ആക്ച്വലി സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ഫൈനലായി, പക്ഷെ നമ്മുടെ തന്നെ വർക്കാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് മിനുക്കി എടുക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ തവണ വായിക്കുമ്പോഴും അത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം എനിക്കതൊരു ഈ സീരീസ് പോലെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലോ ഒരു സീരീസ് ആയിട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നെയിലിറ്റിൻ്റെ പ്ലാൻ വന്നതും ഇതിൽ നിന്ന് അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ലോക്കായി പോയത്. അപ്പൊ ഇനി പതുക്കെ ഇവിടുന്ന് ഒന്ന് ഫ്രീ ആയിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബുക്കും ആ ഒരു പ്രോജക്റ്റും ആണ്. ഓക്കെ, അപ്പൊ മലയാളത്തിൽ നമുക്ക് ഒരു എന്താ പറഞ്ഞ ഒരു പെൺ സംവിധായകയും കൂടെ കിട്ടുമല്ലേ? അപ്പൊ നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങള് കുറച്ച് സമയമായിട്ട് ഞാനിത് കേട്ടു. അപ്പം നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം എനിക്ക് ചേച്ചി എന്തായാലും പാട്ട് പാടും, നമ്മുടെ കല്ലുമോളും പാട്ട് പാടും. അപ്പൊ നിങ്ങളൊരു പാട്ട് പാടുന്നത് ഞാൻ ചോദിച്ചില്ലായിരുന്നു അമ്മയോട്. ഞാൻ അമ്മ നമ്മളോട് പാട്ട് പാടാൻ പറയുന്നത് അങ്ങനെയൊന്നും പറയത്തില്ല, എനിക്ക് തോന്നിയത് പാട്ട്. കല്ല് മറ്റേ എല്ലാം ഇങ്ങനെ അല്ലേ 6th സെൻസിലൂടെ എല്ലാം മനസ്സിലാക്കി വെക്കുന്ന ആളാ. ഒരു പാട്ട് പാടാ. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലായി തൊടൂ ഈ മിഴിനയിൽ സദാ പ്രണയം മഷിയെഴുതും നിതാ ശിലയായി നിന്നിടാ നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ. അമ്മയാണ് എന്നെ കണ്ടു രണ്ടും ഞാൻ കാണാറുണ്ട്. ചേച്ചിയും ഈ പാട്ടുകളൊക്കെ പാടുന്ന കൈലാസേ ക്ഷമിക്കൂട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി ആൻഡ് കല്ലുമോളെ. എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം കല്ലുവിന്റെ ഇങ്ങനെ എന്താ ലൈവായിട്ടൊക്കെ ഈ പെർഫോമൻസും ആ ഒരു സംഭവങ്ങൾ കാണാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സ്നേഹ, താങ്ക് യു സോ മച്ച്.